ഒരുപാട് കേസുകൾ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചതും CBI വന്ന് പിടിച്ചതും ഇതിന് കൂട്ടുനിന്നതും ഹെയർ ഹോസ്റ്റസ് കൊണ്ടുവന്നതും ഒക്കെ റിപ്പോർട്ട് ചെയ്താണ്, നിങ്ങൾക്കറിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ എയർപോർട്ടിലെ ഈ പറയുന്ന CCTV സർവൈലൻസും അതുപോലെ സ്കാനിങ് മെഷീനുകളും അൾട്രാ മോഡേൺ മെഷീൻസാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ സ്വർണം ഒളിപ്പിച്ച് പെട്ടിക്കുള്ളിൽ, മെഷീനിൻ്റെ ഉള്ളിൽ, മറ്റു സാധനങ്ങൾക്കുള്ളിൽ എങ്ങനെ ഒളിപ്പിച്ചാലും അത് സൂം ചെയ്ത് കണ്ടുപിടിക്കാൻ ശേഷിയുള്ള മെഷീനുകളാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിലുള്ളത്. സ്വാഭാവികമായും കസ്റ്റംസ് പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഈ കള്ളക്കടത്തിനെ 90% അവർക്ക് പിടിക്കാൻ കഴിയും. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് കസ്റ്റംസ് അല്ല സ്വർണം പിടിക്കുന്നത്. കസ്റ്റംസ് വളരെ ചെറിയ ഒരു ശതമാനം സ്വർണം മാത്രമാണ് പിടിക്കുന്നത്. ആരാ സ്വർണം പിടിക്കുന്നത്? ഈ പറയുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസാഫ്. എവിടുന്നാ പിടിക്കുന്നത്? എയർപോർട്ടിന്റെ പരിസരത്തുനിന്ന്, ടോള് കഴിഞ്ഞ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുറ്റത്തുനിന്ന്. സ്വാഭാവികമായും അവിടുന്ന് ആര് സ്വർണം പിടിച്ചാലും എന്താ ചെയ്യേണ്ടത്? നേരെ പോലീസ് ഈ തൊണ്ടി മുതലും ഈ പാസഞ്ചറെയും നേരെ കസ്റ്റംസിൽ പ്രിവെന്റീവിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി. പിന്നത്തെ പണി ആർക്കാ? കസ്റ്റംസിനാണ്. പോലീസുകാർക്ക് എന്ത് കിട്ടി? 15% കിട്ടി. വലിയ പൈസയാണ്. പക്ഷേ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ പോലീസ് ആ പണി ചെയ്യുന്നേ ഇല്ല. സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള, മാഷ് കേൾക്കണം, സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഡാൻസ് ആഫ് ടീമിന് ഈ 15% വേണ്ട. ഭയങ്കര രാജ്യസ്നേഹം, മനസ്സിലായോ? രാജ്യത്തിട്ട് അങ്ങ് സ്നേഹിച്ചിട്ട് അവർ നേരെ എന്താ ചെയ്യാം? ആര് പിടിച്ചാലും ഞാൻ ഈ പറഞ്ഞതുപോലെ കസ്റ്റംസ് പ്രിവെന്റീവിനെയാണ് ഏൽപ്പിക്കേണ്ടത്. ആ എയർപോർട്ടിൽ വരുന്ന പാസഞ്ചേഴ്സിനെ കസ്റ്റംസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ, അവർ ഈ സ്ക്രീനിൽ ഈ സാധനം കാണുന്നുണ്ട്, പല 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 തരത്തിലുണ്ട് കേട്ടോ, അതിലൊരു തരമായി പറയുന്നത്. അത് കണ്ടാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കടത്തി വിടണം. പാസഞ്ചർ എന്ത് വെക്കും? അള്ളാ പടച്ചോനെ കഴിച്ചിലായല്ലോ. അപ്പൊ തന്നെ ഇവന്റെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അവന്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ഇപ്പം അന്വേഷിച്ചാൽ കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങളാണ്. പുറത്ത് നിൽക്കുന്ന പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം അടക്കമുള്ള പോലീസുകാർ ചാടി വീഴുന്നു, പിടിക്കുന്നു, നേരെ അങ്ങോട്ട് കൊണ്ടുവന്ന് നേരെ എയർപോർട്ടിലേക്ക് വരുന്നതിന് പകരം അവിടെ അത് ഡിപ്പോസിറ്റ് ചെയ്ത് അതിന്റെ 15% റെസീറ്റും വാങ്ങി കീശയിലിട്ട് പോകേണ്ട പോലീസുകാർ ആ 15% വേണ്ടെന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോകുന്നു, ഓരോ സെന്ററിൽ പോകുന്നു, ഇവരെ പിടിക്കുന്നു. എങ്ങനെയാ പിടിക്കുന്നത്? കള്ളമുതൽ 102 CRPC എന്ന് പറയുന്നത് 102 CRPC എന്ന് പറയുന്നത് കളവ് മുതലിന്റെ തൊണ്ടി റിക്കവർ ചെയ്യുന്നതാണ് 102 CRPC. ആ 102 CRPC കളവ് മുതൽ, എങ്ങനെയൊരു കളവ് മുതൽ ഉണ്ടാവുക? കളവ് മുതൽ ഉണ്ടാവണമെങ്കിൽ ആരുടെയും സാധനം കട്ടെടുക്കണം, അതിനൊരു പരാതിക്കാരൻ വേണം. ഇവിടെ ഒരു പരാതിയില്ല. പാസ്പോർട്ട് വിദേശത്ത് നിന്ന് സാധനം അവർ ടാക്സ് വെട്ടിച്ച് കൊണ്ടുവരും, അത് കളവ് മുതലല്ല, ടാക്സാണ് വെട്ടിക്കുന്നത്. ഒരിക്കലും 102 CRPC നിൽക്കില്ല. ഞാൻ കൃത്യമായ ലീഗൽ അഡ്വൈസ് ചോദിച്ചിട്ട് തന്നെ പറയുന്നത്, നിങ്ങൾക്ക് അന്വേഷിക്കാം. എന്നാൽ 102 CRPC പ്രകാരം എന്താ ചെയ്യേണ്ടത്? അതിന്റെ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇന്റർനെറ്റിൽ 102 CRPC നോക്കിയാൽ മതി.